ചെല്ലമ്മേ, നീ ഒരു കാര്യം അറിഞ്ഞോടി? എന്ത് കാര്യമാ? നിന്റെ ചേട്ടന്റെ മോനും അനിയനും ചേർന്ന് പോലീസുകാരന്റെ ചെവി അറത്തെന്ന്. എന്താ ഈ പറയുന്നേ? അതേടി ചെല്ലമ്മേ, കാട്ടിലൂടെ പോയ പോലീസുകാരനെ പിടിച്ച അവന്മാരിങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞത്. സത്യമാണോ ഈ പറയുന്നേ? അപ്പൊ ഈ ജന്മത്തിൽ അവൻ നന്നാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. ചെവി മുറിച്ചെടുത്തതും പോരാഞ്ഞ് ഓടിപ്പോയി ഒളിച്ചെന്ന്. നിന്റെ അമ്മേനെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. നിനക്കൊന്ന് പോയി നോക്കാമേലായിരുന്നു ചെല്ലമ്മേ. പിന്നെ ഇവിടുത്തെ പ്രശ്നമേ ഇനി തീർന്നിട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് അവനെ പോയി നോക്കിയിട്ട് വരുന്നേ. വേറെ ജോലിയില്ല എനിക്ക്. എത്ര നാളിങ്ങനെ നിങ്ങൾ മിണ്ടാതെയും പറയാതെയും ഒക്കെ അങ്ങനെ ഇരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഒന്നു ചേരാൻ തന്നെയാ പോകുന്നു. വായടച്ചിരുന്നിരുന്നെങ്കിൽ നാട്ടിലെങ്കിലും നിൽക്കായിരുന്നു. ഇപ്പൊ ഒളിച്ചിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എല്ലാം നീ കാരണോ. ഞാൻ എന്താ ചെയ്തേ? 4 കൊടുത്തിട്ട് പറഞ്ഞു വിടാണ്ട് എന്തിനാടാ ചെവി ഇറക്കാൻ പോയെ? ഇത് ചെയ്യാൻ പറഞ്ഞത് തന്നെ ചിറ്റപ്പനാ. ഇപ്പൊ എന്താ കാല് മറന്നേ? എടാ ഞാനെപ്പോഴാ പറഞ്ഞേ? രാജാവിനെ പോലെ പുരാണം വിളമ്പിയത് മറന്നോ? ഇപ്പൊ അത് ഞാൻ തന്നെ ചെയ്തതാണെന്ന് വരുത്തി തീർക്കണം. അറിയാം നിങ്ങളെ കുറിച്ച്. എടാ അന്ന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോ ഞാൻ എന്തൊക്കെയോ അറിയാതെ പറഞ്ഞതാ. അത് നീ കാര്യമായിട്ട് സത്യം പറഞ്ഞ പൂജപ്പുര ജയില് കാണാതെ പത്തനംതിട്ട തൊടുപുഴ പീരിമേട് എന്ന ലോക്കൽ ജയില് മുഴുവൻ കറങ്ങി നമ്മുടെ ജീവിതം തീരും. അതിന് സംശയം. നീ അത് വിടറാ. അതിനൊക്കെ ഒരു സമയം വരാതിരിക്കൂ. ചിറ്റപ്പ, കൊച്ചപ്പ നമ്മളെ വിളിക്കുന്ന പോലില്ലേ? ആണോ? ചിറ്റപ്പ അവര് വന്നു. ഓടിക്കോ. എത്തിയോ? കയ്യിൽ കിട്ടിയ നമ്മുടെ കാര്യം തീരും. വേഗം വണ്ടി എടുത്തോ. ചിറ്റപ്പ കുടുങ്ങല്ല. ചിറ്റപ്പ ഓടിക്കോ. എങ്ങനെയല്ലേ രക്ഷപ്പെട്ടോണം. മീശം വെട്ടിക്കൊണ്ട് ഇവിടെ ഇരുന്ന പുറത്തെ കാര്യം വലിയ അറിയുന്നുണ്ടോ? കരുണ, ശിവാനന്ദനും പരമേശ്വരനും അവിടെ കിടന്ന് അടിയുണ്ടാക്കി പോലീസ് പൊക്കിയെന്ന്. ഞാനൊരു പ്രധാന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മൂക്കിലെ രോമം വെട്ടിക്കൊണ്ടിരിക്കുമോ? കണ്ട നായ്ക്കളെ പറ്റി എന്നോട് പറയുന്നതിനോ? സാധാരണ വെട്ടുകുത്ത് കേസൊന്നും അല്ല ഇത്. പെട്ടെന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വരാൻ. പോലീസിനെ ഇടിച്ച കേസാ. കേസ് സ്ട്രോങ്ങാ. 6 മാസം എടുക്കും പുറത്തു വരാൻ. ഈ സമയം നോക്കി നമ്മുടെ മുത്തുമണിക്ക് നല്ലൊരു ചെറുക്കനെ കണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിക്ക്. ഞാനൊരു നല്ല കാര്യം പറഞ്ഞപ്പോൾ താൻ നമ്മളെ ആസാക്കിയിട്ട് പോവാണോ? എടോ ശവന്തിനി, താൻ ഇങ്ങനെ ഒരു നല്ല കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നോട് വന്ന് പറയുന്നേ. നിനക്കറിയാവുന്ന പയ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ. 10 ദിവസം കൊണ്ട് ഞാൻ ഈ കല്യാണം നടത്തും. എന്താ നിങ്ങൾ അവളെ വേദനിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു? കണ്ണു തുറക്കും മോളെ, എന്റെ പൊന്നു മോളെ.
കയ്യിരിക്കുന്ന കാശ് മുഴുവനും ചീട്ട് കളിച്ച് വീട്ടിൽ ചെല്ലുമ്പോ അടി വാങ്ങിക്കുന്ന തോന്നുന്നേ. മര്യാദക്ക് ഞാൻ പറയാ, ഈ കളി കൊണ്ടങ്ങ് നിർത്തിക്കേടോ. എന്താ ഇത്ര ധൃതി? എന്തോന്നാ ഇത് ദിവസം കുറച്ച് വരുന്നത്? എന്താ ചേട്ടാ ഇങ്ങനെ ഒരു ചോദ്യം? ശരിയാണോ നോക്കിയിട്ട് സാധനം എടുത്ത് അകത്ത് വെക്ക്. അല്ല, നീ എടുത്തോണ്ട് പോയ സാധനം അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നല്ലോ, എന്ത് പറ്റി? എന്ന് വെച്ചത് വലിയ ടൗണല്ലേ, ദിവസവും 10,000 രൂപയ്ക്ക് വിൽക്കാൻ ഉള്ള 500 വീട്ടിൽ 2 പേര് ചേർന്ന് കച്ചവടം നടത്തിയ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആരാ കച്ചവടം ചെയ്യുന്നേ? മീശക്കാരൻ ശിവരാമനില്ലേ, അവന്റെ അനിയൻ. അവനെന്തിനാ നമ്മുടെ സ്ഥലത്ത് വന്നേ? നീ അവരുടെ സ്ഥലത്തെങ്ങാനും പോയി കച്ചവടം ചെയ്തായിരുന്നോ? ഞാൻ എന്തിനാ അവിടെയൊക്കെ പോന്നേ? എനിക്ക് വേറെ പണിയില്ലേ? ജോക്കർ കണ്ടില്ലേ? ശരി, ഞാൻ പോവാ. കളി കഴിഞ്ഞു, എല്ലാരും വേഗം കാശെടുത്ത് വെച്ചേ. അതെ, അവന്മാർ എവിടെ കച്ചവടം ചെയ്തെന്നാ പറഞ്ഞേ? അകത്തുപോയി പറ, നിന്റെ ചേട്ടൻ ഇനി ഇവിടുന്ന കഴിക്കുന്നെങ്കിൽ ഞാൻ ഇനി കഴിക്കുന്നില്ലാന്ന്. നീ ഒന്ന് ചുമ്മാതിരിക്കാൻ അളിയാ. ഞാൻ 2 നേരം കഞ്ഞി കുടിച്ച് കിടക്കുക, അതില്ലാതാകണോ? പോയി വേറെ വല്ല ജോലിയും നോക്ക്. ഇതൊരാവശ്യമില്ലാത്ത പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പാറക്കെട്ടിൽ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ സ്വന്തക്കാരെ അവൾ കൈവച്ചത് കണ്ടില്ലേ? അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നേനെ. സ്വന്തമാണെന്നല്ലേ? കഞ്ഞിക്ക് വകയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ സഹായത്തിന് ഒരുത്തനെ കണ്ടില്ലേ ഇവിടെ? ഇപ്പം എവിടെ നിന്ന് വന്നു ഈ സ്വന്തമൊക്കെ? അങ്ങനെ നമ്മുടെ ആളുകളൊന്നും ഉപേക്ഷിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കാര്യത്തിന് 4 പേര് വേണമെന്ന് ഓർക്ക്. എന്തിനാ ഇത് അവിടെ തന്നെ ചെയ്യണമെന്നുണ്ടോ? നമ്മുടെ വീടിന്റെ പുറകിലെ സ്ഥലത്ത് തനിയെ വളർത്തി കച്ചവടം ചെയ്തുകൂടെ? നമ്മുടെ സ്ഥലവും നീ ഇരിക്കുന്ന ഈ സ്ഥലവും ഉടുത്തിരിക്കുന്നതും എന്തിന് ഞാൻ ഈ തിന്നുന്നതും എല്ലാം അവിടുന്ന് തന്നെ വന്നതാ. ചുമ്മാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അളിയാ. തൂണിയൊന്നു കുണിയൊന്നു എന്നൊക്കെ ഞങ്ങൾക്ക് അതൊന്നും വിഷയമല്ല. ഇങ്ങനെ ഒരു നാണം കെട്ട കഞ്ഞി കുടിക്കാൻ എൻ്റെ തലയിലൊന്നും എഴുതിയിട്ടില്ല. അത് കൊള്ളാം. ഇത്ര കാര്യമായിട്ട് പറയുന്ന നിങ്ങൾ ഇവളെ കെട്ടാൻ വരുന്ന സമയത്ത് 13-14 പവൻ തരൂ, നിങ്ങൾക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂന്ന് ദൈ അരച്ചോണ്ടിരിക്കുന്ന ഈ അമ്മ വഴക്കുണ്ടാക്കിയല്ലേ വാങ്ങിച്ചത്. അന്ന് നിങ്ങൾക്ക് വേണ്ടെന്ന് പറയായിരുന്നില്ലേ? ആ ചെലവ് നടത്താനും കൈനീട്ടി അവരുടെ നിന്ന് തന്നെ ആ കാശ് മേടിച്ചത്. അതാ നിങ്ങൾ വിറ്റ് തിന്നതും. ഈ സ്വന്തവും ജാതിയും ഒക്കെ അങ്ങ് മറക്കുന്നതാ നല്ലത്. തിന്നുന്ന ചോറിനോട് നന്ദി കാണിച്ചാൽ മതി. ഞാനതാ പഠിച്ചിരിക്കുന്നത്. വേറെ ഒന്നിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാൻ പറഞ്ഞതല്ല. നാളെ കുത്തുകൊണ്ടവൻ വന്നത്. കുത്തുകൊണ്ടവനും കുത്തുകൊള്ളാത്തവനും നേരിട്ട് എന്നെ വന്ന് കാണട്ടെ, ഞാൻ നോക്കിക്കോളാം. നീ എനിക്ക് വേണ്ടി വക്കാലത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് പറഞ്ഞാലും എതിർപ്പല്ലാതെ മറ്റൊന്നുമില്ല. ഒരു മര്യാദ പോലും തരില്ല. അവള് വല്ല കൂടോത്രം ചെയ്തോ? എപ്പോ നോക്കിയാൽ അവളുടെ കൂടെ തന്നെയാണല്ലോ. ഇനി നിങ്ങൾ അവനെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. 4 പേരെ വിട്ട് തന്റെ അളിയനെ സ്വർഗത്തിലേക്ക് അയക്കാം. വെറുതെ മണ്ടത്തരം കാണിച്ച് ഓരോന്ന് ചെയ്തു കൂട്ടല്ലേ? അതെ, കുത്തുകൊണ്ടത് ഞങ്ങളുടെ വീട്ടിലാ. ഞങ്ങൾക്ക് കൊണ്ട് ദേഷ്യം. നാട്ടിൽ തലയോർത്ത് നടക്കണ്ടേ? അങ്ങനെ അങ്ങ് വിട്ടുകളയണമെന്നാണോ പറയുന്നത്? ഞാൻ വിട്ടുകളയാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കൊല്ലോ പെട്ടിയിലാക്കോ പായ് പൊതിയോ എന്ത് വേണേലും ചെയ്തു, അതൊന്നും എനിക്കറിയണ്ട. എന്നാ ഒരു കുറവും നമ്മുടെ ജാതിക്ക് വരരുത്.
മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുക്കും. കുറച്ച് വെള്ളം കൂടെ കൊടുക്കും. മുഖം തുടച്ചേ. പോലീസേ, എന്റെ ചേച്ചിയെ അവന്മാര് കൊന്നത്. ഇതിന് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ ജീവനോടെ ഉണ്ടാകത്തില്ല. എന്നെ വിടും, എന്നെ വിടാൻ എനിക്ക് ചോദിക്കണം അവരോട്. വിടുന്ന്. എന്റെ ചേച്ചിയെ അവന്മാര് കൊന്നത്. ഇതിനവരോട് പകരം ചോദിച്ചാൽ എന്തിനാടാ കരയുന്നേ? എന്തിന്? കരയാൻ വേണ്ടി നിന്റെ ചേച്ചി സാധാരണ സ്ത്രീ ആയിരുന്നോ? ആണുങ്ങളെ പോലെ അല്ലടാ ജീവിച്ചത്. ചേച്ചി ജീവനോടിരുന്നപ്പോ എങ്ങനെയായിരുന്നു? സ്വർഗത്തിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ സന്തോഷത്തോടെ വേണം അവിടെ അയക്കാൻ. അങ്ങോട്ട് പോ. ഒരു വലിയ വീട്ടിൽ ജനിച്ച് ഈ താഴ്ന്ന വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് വെള്ളമടിക്കാൻ നിനക്ക് നാണാവുന്നില്ലേ? നിങ്ങൾ എന്തിനാ വന്നത്? അത് മാത്രം നോക്കിയിട്ട് പോയാ പോരെ. ഈ പുറത്തുനിന്ന് കുത്തുന്ന പരിപാടി എന്റെ അടുത്ത് ഇറക്കാൻ നോക്കണ്ട. എന്താ അളിയാ നീ എന്തിനാ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുന്നേ? അദ്ദേഹം നമ്മുടെ ആളാണെന്ന് നിനക്കറിയില്ലേ? തുടങ്ങിയല്ലേ? എവിടെയെങ്കിലും നിങ്ങളുടെ സമുദായക്കാരുണ്ടെങ്കിൽ ഉടനെ സ്വന്തമാണെന്ന് പറയുമല്ലോ അല്ലേ? ഏയ് വെറുതെ അല്ല, നിന്റെ പേരിൽ 12 കേസുണ്ട്. കുറത്തേക്ക് വേണ്ടി നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഞോണ്ടിയെടുത്താണ്ടല്ലോ. ജീവിതകാലം മുഴുവൻ നീ ഉണ്ട് തിന്നേണ്ടി വരും. ഏതോ നമ്മുടെ ആളാന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടേക്കുന്നത്. ഈ തെണ്ടികളെയൊക്കെ വിട്ടുകളാ, നമുക്ക് തനിയെ കച്ചവടം നടത്താം. പുള്ളിയും പറഞ്ഞല്ലോ അങ്ങനെ മതിയെന്ന്. ജാതി 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 എന്ന് തനിക്ക് ഈ ചിന്തയില്ലാതെ മനസ്സിൽ വേറെ വിചാരമൊന്നുമില്ലല്ലോ അല്ലേ? അനാഥയായെന്നുള്ള വിചാരത്തിൽ ഒരുത്തി അവിടെ നിലവിളിച്ചോണ്ടിരിക്കുക. അത് കണ്ടിട്ടും നിങ്ങൾക്ക് ജാതിയാണ് വരുതല്ലേ? എന്തിനാണ് ഈ ജാതിയും മതവും? കാട്ടിക്കൊടുക്കാനും കൂട്ടിക്കൊടുക്കാനും ജീവനും കൊണ്ട് ഓടുന്നതുമൊക്കെ ഇതൊന്നും നമ്മുടെ ജാതിയിൽ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാനും ചെയ്യണമെന്നാണോ പറയുന്നത്? ആ താഴ്ന്ന ജാതിക്കാരി പോയാ എല്ലാം കഴിഞ്ഞു എന്നാരും വിചാരിക്കണ്ട. ഞാനുണ്ടാ ഇവിടെ, ഞാനിവിടെ കാണും. ഇറങ്ങി വാ. അവരോട് അവിടെ നിൽക്കാൻ പറയടി. നമുക്ക് ആദ്യം വെളിയിൽ പോവാം. അതിനുശേഷം അവൻ ഇവിടെ കുടുംബം നടത്തുവോ കൂത്താടുവോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇത്ര വൃത്തികെട്ട ജാതികളെ കണ്ട് ജീവിക്കാൻ വയ്യ. ഞാൻ എത്ര പ്രാവശ്യം 19 വീട്ടുകാർക്ക് പട്ടിണി മാറ്റിയിരുന്ന ചേച്ചി, അവര് ജന്മം കൊടുത്ത കുട്ടി അനാഥയായി നിൽക്കുന്നത് കണ്ടപ്പോ ജാതി മതമൊന്നും ഞാൻ നോക്കിയില്ല അമ്മേ. അതൊക്കെ ശരിയടാ മോനെ. ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോ അമ്മയോടൊന്ന് പറയാറുന്നല്ലോ. പറഞ്ഞേനെ, പക്ഷെ നിങ്ങളാരും സമ്മതിക്കില്ല എന്നോർത്ത് പേടിച്ച്. സമ്മതിക്കില്ല എന്ന് നിന്റെ മനസ്സ് തന്നെ പറയുന്നുണ്ടല്ലേ? അപ്പൊ അറിഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്ന എന്താ അർത്ഥം? ഞാനാണ് ഈ വീടിന്റെ ഗൃഹനാഥൻ എന്നുള്ള അഹങ്കാരം. അതോ ഇത് നമ്മുടെ സ്ഥലമാണ്, നമുക്ക് അവിടെ പോയി ജീവിക്കാന്ന് പറഞ്ഞ് ഇവള് വിളിച്ചോണ്ട് വന്നു. അളിയാ നിന്റെ നാവടക്കി വെക്കാൻ നോക്ക്. ചുമ്മാ പേടിപ്പിക്കാതെ മോനെ. നീ എന്താ കൂടുതൽ സംസാരിക്കുന്നത്? പറഞ്ഞതല്ലടി ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നു. ഇങ്ങോട്ട് നോക്ക്. എന്റെ കെട്ടിയവന്റെ കുത്തിനൊന്നും പിടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. വാടി പോകാം. നിങ്ങൾ ആരും ഇവിടുന്ന് പോവണ്ട. എന്റെ അമ്മ ജീവനോടെ ഉണ്ടെങ്കിലും എനിക്ക് അവരുടെ കൂടെ ജീവിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന്. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. വാ, നമുക്ക് എങ്ങും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കണ. ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇനി അമ്മ പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ താമസിക്കില്ല. അമ്മയും സഹോദരനും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഇവളുടെ മനസ്സ് നോകുന്ന രീതിയിൽ സംസാരിച്ച പിന്നെ ഞാൻ എന്റെ പെങ്ങളെ വിധവയാക്കേണ്ടി വരും. അമ്മേ, ഇതാ ഇത് വെച്ചോളൂ. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? ഇതാണ് എന്റെ ഈ വീട്ടിലേക്കുള്ള അവസാനത്തെ വരവ്. ഇനി ഒരിക്കലും നിങ്ങൾ ആരും എന്നെ അന്വേഷിച്ചു വരണ്ട. നീ പറഞ്ഞില്ലേ വൃത്തികെട്ടോളെന്ന്, അത് എന്റെ കൂടെ തന്നെ ഇരുന്നോട്ടെ. നാട്ടുകാരൊക്കെ പലതും പറയുന്നു. സത്യത്തിൽ എന്തിനാ ആ കുട്ടി വിഷം കുടിച്ചത്? മതിയടാ മതി. നിന്റെ ജാതിയും പറഞ്ഞുള്ള പറച്ചിലൊക്കെ നിർത്ത്. മനുഷ്യനായിട്ട് നടക്കാൻ നോക്ക്.
കരുണാകര, പൊന്മുടിയിൽ ഒരു ചെറുക്കനെ ഞാൻ കണ്ടു. അടുത്ത വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരും. ഇതിനിടയ്ക്ക് ഈ കൂത്ത് നടന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അരളിക്ക മാത്രമേ കഴിച്ചുള്ളൂ. അതിൻ്റെ കൂടെ നല്ലെണ്ണയും ചേർത്ത് കഴിച്ചാൽ അപ്പം തന്നെ മരിക്കുമെന്ന് എനിക്കറിയാം. അത്ര എളുപ്പത്തിൽ മരിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഞാൻ മരിച്ചാൽ നിങ്ങളുടെ അന്തസ്സ് പോവും. നിങ്ങളുടെ അന്തസ്സ് പോയാൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല അച്ഛാ. ഒരു കുറവുമില്ലാതെ എന്നെ അവന് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇനി ഇതെല്ലാം മറന്ന് എന്നെ തടയാൻ ശ്രമിച്ച എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാനും ചെയ്യും. എന്താ വെച്ചാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? ഈ ബ്രോക്കർ പണിയൊക്കെ താൻ വേറെ എവിടെയെങ്കിലും വെച്ചോ. ആ വീട് കാരണം അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നോർത്ത് എന്തിനാ നീ ചൂടാകുന്നേ? വായ അങ്ങ് മൂടി വെച്ചാ മതി. അത് തുറന്നാലല്ലേ പ്രശ്നം. നിന്നെ ആരും ഒന്നും ചെയ്യാനില്ല. നമുക്ക് നോക്കാവുന്നേ ഇതെവിടെ വരെ പോകുമെന്ന്. വയസ്സാങ്കാലത്ത് ഇനി നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. അതാ നല്ലത്. പറയുന്ന കേക്ക്.